നമ്മളെ മുത്തുമോളെ സ്കൂളിൽ ആനുവൽ ഡേ ആട്ടോ. ഇന്ന് മുത്തുമോൾ ഡാൻസ് ഒക്കെ ഉണ്ട്, അതിന് ഇതാക്കുന്ന ഒരുങ്ങിയിരിക്കാട്ടോ. അപ്പൊ ഒരു 1:30 മണിയൊക്കെ ആകുമ്പോ ഞങ്ങക്ക് പോണം. അപ്പൊ അതിനുള്ള പരിപാടി ആട്ടോ. അപ്പൊ മുത്തുമോള് നിങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ ഡാൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നേരെ നമുക്ക് വീഡിയോ ആയിട്ട് പോവാം. ഇന്ന് കുറച്ച് നേരം വൈകിയോണ്ട് എന്നെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല എന്ന് വിചാരിച്ചേട്ടോ. അപ്പൊ തോന്നി എന്തായാലും ചെറിയൊരു വീഡിയോ പെട്ടെന്ന് അങ്ങ് എടുക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ എന്തായാലും ഇത് എന്താന്നല്ലേ, ഇത് അറിയാലോ, ആട്ടപ്പൊടിയാണ്. അപ്പൊ ഇതൊക്കെ നമ്മളെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആട്ടപ്പൊടിയാട്ടോ. ഇത് എനിക്ക് വേറൊരാള് തന്നായിരുന്നു കേട്ടോ. കുറച്ച് ആട്ടപ്പൊടി, അതേപോലെ കുറച്ച് ഗോതമ്പം, അതേപോലെ കുറച്ച് അരി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരി കേട്ടോ. അതിൽ കുറച്ച് ചെള്ളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തന്നായിട്ടോ. എന്നാലും ഒരുപാട് നാശമൊന്നും ആയില്ല കേട്ടോ. അരി നമ്മുടെ കോഴികൾക്ക് ഇത് വെയിലത്ത് വെച്ചാല് പെട്ടെന്ന് തന്നെ ചെള്ളൊക്കെ പോയിക്കോളും. ഇത് കണ്ടില്ലേ. അപ്പൊ നമ്മള് കുറച്ച് തീറ്റയൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അത്രയും തീറ്റ ചെലവ് കുറഞ്ഞ് കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് അങ്ങനെ തീറ്റയൊക്കെ നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ കിട്ടുമ്പോൾ. അപ്പൊ ഇതാക്കുന്ന കണ്ടില്ലേ. അപ്പൊ ഇതൊന്ന് കുറച്ച് നേരം വെയിലത്ത് വെക്കണം. കുറച്ച് ചെള്ളുണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ല ഗോതമ്പാട്ടോ, നാശമൊന്നും ആയിട്ടില്ല. നല്ല ഗോതമ്പാട്ടോ. നമ്മളെ കോഴി ഒരു സ്വൈര്യം തരുന്നില്ല. പിന്നെ കുറച്ച് അല്ലാത്ത ഗോതമ്പ് ഉണ്ടായിരുന്നു നാശമായത്. പിന്നെ അത് കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇത് ഞാൻ നാളെ വൈകുന്നേരം വന്നിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് വെക്കണം എന്ന് ഇങ്ങനെ ഉണ്ട്. വെള്ളത്തിലിട്ട് കുതിർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെയിലിന്റെ ചൂടൊക്കെ ആവുകയല്ലേ. അപ്പൊ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തും കണ്ടൊന്ന് മുളപ്പിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് കൊടുക്കുകയൊക്കെ ചെയ്താൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് കുറച്ച് തീറ്റയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരലാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ നമ്മളെ കോഴി വളർത്തൽ കുറച്ച് ഇതേപോലെ തീറ്റയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷാട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷാട്ടോ ഈ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തീറ്റയൊക്കെ കിട്ടുമ്പോൾ. എനിക്ക് ആദ്യമൊക്കെ നമ്മുടെ മുത്തുമോക്കൊക്കെ അമൃതംപൊടി കിട്ടുന്ന സമയത്ത് ഞാൻ കുറെയൊക്കെ അന്നൊന്നും ഒരുപാട് കിട്ടുമ്പോൾ നമുക്ക് വേണ്ടല്ലോ, കോഴികൾക്ക് കൊടുക്കലുണ്ടായിരുന്നു. പിന്നെ നമുക്കിത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഗോതമ്പൊടി നിങ്ങൾക്ക് കൊടുക്കുന്നതാണ്. ഇതിപ്പോ ഇതാക്കുന്ന നല്ല നാശായ പൊടിയാട്ടോ. ഇന്ന് ഞാൻ ഇത് കുറച്ച് എന്താ പറയാ, നമുക്ക് ഇതിപ്പോ 4 പാക്കറ്റ് ഉണ്ട്. അതിൽ 4 അത്യാവശ്യം ഉണ്ട് കേട്ടോ പൊടി. പിന്നെ ഇത് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ചിട്ട് നമ്മുടെ കോഴികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് വിചാരിക്കുന്നത്. ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ വെറുതെ പൊടി നാശമായി പോവുകയുള്ളൂ കേട്ടോ. വെറുതെ കൊത്തി കഴിച്ച് അവര് ബാക്കി അവിടെ ഇടും. അതുകൊണ്ട് നമ്മുടെ ഗോതമ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. അത് ഞാൻ കൊടുത്തിട്ടില്ല. ഇത് നമുക്ക് കിട്ടിയിട്ട് ഇപ്പൊ 2 ദിവസമായിട്ടുള്ളത്. അതേപോലെ തീറ്റയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് കോഴികളെയൊക്കെ രാവിലെ തന്നെ തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഉച്ചയൊക്കെ ആയിട്ട് ഞാനിപ്പോ പോകുന്നതിന് മുമ്പ് കുറച്ച് തീറ്റയൊക്കെ കൂട്ടിന്റെ ഉൾഭാഗത്ത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ ഇത് ഇന്നലത്തെ കുറച്ച് ചോറാട്ടോ. ചോറും കുറച്ച് കറിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ച് തവിടും കൂടി കൂട്ടിയിട്ട് കുറച്ച് തീറ്റ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കും ചോറ് കൊടുക്കുമ്പോൾ എന്നും ചോറ് കൊടുത്താൽ കൊഴുപ്പ് കെട്ടില്ലേ, മുട്ടയിടാണ്ടില്ല. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് കൊടുക്കല്. പിന്നെ നമുക്ക് ഇവിടെ ഇപ്പം ചെറുതായിട്ട് നോൽമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പഴയ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മുടെ കോഴികൾക്ക് കൊടുക്കുന്നു മാത്രം കേട്ടോ. ഇല്ലെങ്കിൽ ചോറൊക്കെ നല്ല ചോറല്ലേ, നല്ല അരിയുടെ ചോറല്ലേ, അങ്ങനെ കളയാറൊന്നുമില്ല. അപ്പൊ എന്തായാലും പിന്നെ കോഴികൾക്ക് തീറ്റ കൊടുക്കണം. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പണ്ടുതന്നെ കോഴിനെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്തിനാ പോകുന്നതെന്നുള്ളതൊക്കെ. അപ്പൊ നമുക്ക് പോവാതിരിക്കാനും പറ്റില്ലല്ലോ. ഇന്ന് മുത്തുമോളെ സ്കൂളിൽ വൈകുന്നേരം ആട്ടോ പരിപാടി വന്നപ്പോൾ ഞാൻ കുറച്ച് തീറ്റയും വെള്ളമൊക്കെ കൂട്ടിൽ വെച്ച് കൊടുത്തിട്ടാട്ടോ നമ്മള് എന്താ പറയാ സ്കൂളിലേക്ക് പോകുന്നത്. പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ കൂട്ടി തന്നെയാണ് വെള്ളവും തീറ്റയൊക്കെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇന്ന് രാവിലെ കാക്കേന്റെ ഒരു ശല്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഒന്നുകൊണ്ടും എന്താ പറയാ നമ്മളെ കോഴികളെ വളർത്താൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഒരു അടവെച്ച കോഴി അകത്തായിട്ടുള്ളത്. അവള് രാവിലെ എണീച്ച് ആ ഒരു സ്ഥലത്ത് തന്നെ പോയി കിടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ലെയർമാഷാട്ടോ. ലെയർമാഷും കൂടി ഇട്ട് കൊടുത്തിട്ട് കൂട്ടിലേക്ക് വെച്ച് കൊടുക്കാന്ന് വെച്ചാൽ. പിന്നെ ഇതിന്റെ പൊടി ലെയർമാഷിന് അധികം ഒരുപാട് പൊടിയാണല്ലോ. അപ്പൊ ഈ ചോറിന്റെ ഒക്കെ ഒപ്പം കൂട്ടി കുഴയ്ക്കുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ. ആ ഒരു പൊടിയൊക്കെ ചോറിന്റെ ആ ഒരു ഇതിലേക്ക് പിടിച്ചോളല്ലോ. ഇത് വെറുതെ കൊടുക്കുമ്പോൾ നമുക്ക് നഷ്ടമായിരിക്കും കേട്ടോ. ഈ പൊടി ഒരുപാട് വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് കൊടുക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഒന്നുകൂടി എന്താ പറയാ നല്ലതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നല്ല വെയിലൊക്കെ അല്ലേ ചൂടിന്. അതുകൊണ്ട് തന്നെ ഇതാക്കുന്നവർക്ക് ഒരു ഭാഗത്ത് മുറ്റത്ത് ഇറങ്ങുന്ന കോഴികൾക്ക് കുടിക്കാൻ ഇതാക്കുന്ന ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂട്ടിലുള്ള ആൾക്കാർക്കാണെങ്കിലും അവിടെയും വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചു നേരം ഇവര് കൂട്ടിന്റെ ഉള്ളിൽ തന്നെ നിന്നോളൂ കേട്ടോ. പിന്നെ ഇവരൊന്നും പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് കാടൊക്കെ വെട്ടിയതിനെ കൊണ്ട് കാടുണ്ട് എന്നുള്ള ഒരു പ്രശ്നമല്ല. ഇപ്പൊ എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. ഒന്നുമില്ലെങ്കിൽ കാക്കേനെങ്കിലും ഇവരെ ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. പിന്നെ വലിയ കോഴിന്റെ അത്ര പ്രശ്നമില്ല. പിന്നെ നമ്മളെ ചെറിയ കോഴികളൊക്കെ ഇതാക്കുന്ന കൂട്ടിലൊക്കെ ആയിട്ടുള്ളത്. കൂട്ടിൽ തിന്നാനൊക്കെ വെച്ചെടുത്ത് കൂട്ടിൽ തന്നെ ആയിട്ടുള്ളത്.